2001 വീട് വിട്ടുപോയ കുമിളി സ്വദേശി ജോസഫിനെ തേടിയാണ് ജോസഫിന്റെ അമ്മയും സഹോദരി ഭർത്താവും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. തികച്ചും അസ്വാഭാവികമായ സാഹചര്യത്തിലാണ് ജോസഫിന്റെ തിരോധാനം. അദ്ദേഹത്തെ കാണാതാകുന്ന അന്ന് രാത്രി അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം കമ്പമേടിൽ അപകടപ്പെട്ടു കിടക്കുന്നു എന്നാണ് ഈ കുടുംബത്തിന് അവസാനമായി ലഭിച്ച വിവരം. അതിനുശേഷം ഇന്നേ നാൾ വരെ ജോസഫിനെ കുറിച്ച് യാതൊരു വിവരവും തന്നെ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇന്ന് തീർത്തും രോഗശൈലിയാണ് ജോസഫിന്റെ പിതാവ്. ജോസഫിന്റെ തിരിച്ചുവരവ് മാത്രമാണ് ഈ അമ്മയുടെയും സഹോദരിയുടെയും ഈ കുടുംബത്തിന്റെയും ഏക ലക്ഷ്യം. ചോദിച്ചറിയാം ജോസഫിന് എന്താണ് സംഭവിച്ചതെന്ന്. ജോസഫിന് എന്തായിരുന്നു ജോലി? മെക്കാനിക്കായിരുന്നു. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ്. പഠിച്ചില്ല? ഇല്ല. പഠിക്കാൻ മോശമായിരുന്നു? പഠിക്കാൻ മടുപ്പായിരുന്നു. മെക്കാനിക്കിനോടായിരുന്നു താല്പര്യം. വണ്ടി ഓടിക്കുകയും ചെയ്യും. എവിടെയായിരുന്നു മെക്കാനിക്കായിട്ട് ജോലി? കുമളിയിലാണ് പഠിച്ചത്. അതിനുശേഷം കോട്ടയത്ത് കൊണ്ടോടിക്കാരുടെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. കുണ്ടോളി. അവിടെ എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ട്? അവിടെ 5-6 വർഷത്തോളം ജോലി ചെയ്ത് ഈ പിന്നെ അപ്രത്യക്ഷനായി എന്ന് പറയുന്ന ദിവസം ജോലിക്ക് പോയിരുന്നു? അല്ല, അന്നേരം വർക്ക്ഷോപ്പ് ജോലി നിർത്തിയിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി വെറുതെ കിടക്കുക, എന്നാ മോനെ അത് ഓടിച്ചു, CC അടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ടാക്സി. അങ്ങനെ പറഞ്ഞാൽ വണ്ടി കൊടുക്കുന്നത്. പിന്നെ പപ്പായുടെ അനുവാദമില്ലാതെ രാത്രിയില്ല വണ്ടി എടുത്തുകൊണ്ട് പോയത്. അത് മാത്രമേ അറിയാവൂ. പിന്നെ പിറ്റേ ദിവസം ഒരു 5 മണിയോടുകൂടി വണ്ടി ഇന്നടുത്ത് കമ്പമേട്ട് ഒരു കുഴിയിൽ കിടക്കുന്നെന്ന് ആണ് ഞങ്ങൾ അറിയുന്നത്. ഇല്ല, ആര് വിളിച്ചുകൊണ്ട് പോയെന്നോ മോൻ എവിടെ നിന്നോ ഒന്നും അറിയില്ല. ഈ കമ്പമേട്ടിൽ വണ്ടി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടക്കുമായിരുന്നോ? അവിടെ നിന്ന് പക്ഷെ വേറെ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല. അതൊക്കെ തെരഞ്ഞു, അതിന് ഒന്നുമില്ല. അതൊരു ആക്സിഡൻറ്റ്, ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റത്തക്ക രീതിയിലുള്ള ഒരു ആക്സിഡൻ്റ് അല്ല. കാരണം ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് എന്നേ ഉള്ളൂ. പിന്നെ പപ്പായെ പേടിയുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വഴക്ക് പറയുക, അറിയാതെ വണ്ടി എടുത്തുകൊണ്ട് പോയതല്ലേ എന്ന്. ആ ഒരു ഭയം അവൻ്റെ ഉള്ളിലുണ്ട്. അല്ല മറ്റു യാതൊരു ദുഷിച്ച സ്വഭാവങ്ങളും ഇല്ല. മദ്യപിക്കുകയോ വലിക്കുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ല. ആ പേടിയാണ് ഉള്ളിലുള്ളത്. ഭയത്തിൽ നിന്ന്. കാരണം പപ്പായുടെ പെർമിഷൻ ഇല്ലാതെ വണ്ടി എടുത്തു രാത്രിയിൽ. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം മരിച്ചിട്ടില്ല. ഇല്ല. നിങ്ങൾ പറഞ്ഞ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം ഭയം കൊണ്ട് ഓടിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ എന്തെല്ലാമാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ചെയ്തത്? ഞങ്ങൾ അന്ന് പോലീസിൽ പരാതിപ്പെട്ടു. പിന്നെ കോട്ടയം, തിരുവല്ല അങ്ങനെയുള്ള ഭാഗങ്ങളിലെ വർക്ക്ഷോപ്പുകളിൽ അന്വേഷിച്ചു. ഞങ്ങൾക്ക് കണ്ടെത്തിയില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് പോകാനും അന്വേഷിക്കാനും കഴിയില്ല. എപ്പോഴെങ്കിലും വരട്ടെ, അവന് പ്രായപൂർത്തിയും ജോലിയും ഒക്കെ ഉള്ളതല്ലേ, മറ്റു ദൂഷിച്ച സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതിയിലായിരുന്നത്. ഇപ്പോൾ വർഷങ്ങൾ മുന്നോട്ട് ചെല്ലും തോറും പപ്പായ്ക്ക് തീർത്തും സുഖമില്ല. കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം. അമ്മയ്ക്ക് എത്ര മക്കളാ? എനിക്ക് 3 മക്കൾ, 2 ആണും 1 പെണ്ണ്. ഇളയ മോൾ. മറ്റേ മോൻ വിവാഹം കഴിച്ചാൽ വേറെ താമസിക്കും. അയാൾക്ക് എന്താ ജോലി? അവന് ബിസിനസ് ഉണ്ട്. സാമ്പത്തികമായിട്ട് വലിയ മോശപ്പെട്ട കുഴപ്പമുള്ള കുടുംബമല്ല. അന്ന് കാര്യങ്ങളൊക്കെ അവന് കൊടുക്കാനുള്ള ഓഹരിയോ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കാര്യങ്ങൾ നോക്കിയെടുക്കാൻ പോലും ആരുമില്ല. ഇപ്പൊ മോള് വന്നുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് അവൾ അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ അന്വേഷിക്കുകയും. ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പിന്നെ കാണാൻ മറ്റുള്ള ചാനലുകളെല്ലാം വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പം ഇത്രയും വർഷങ്ങളായതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറെ ട്രൈ ചെയ്തായിരുന്നു. ഞങ്ങളെ ഒടുവിൽ ഞങ്ങളെ കണ്ടെത്തിയതല്ലേ? ഞങ്ങളത് കാണാറുണ്ടായിരുന്നില്ല മുമ്പ്? കാണാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല ഈ ചാനലിൻ്റെ ഇത്. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ്, കാണാൻ മറയത്തൊക്കെ അതായിരുന്നു ഞങ്ങളിൽ വന്നല്ലേ. പിന്നെ പപ്പായ്ക്ക് ഇപ്പോൾ ഡോക്ടറാണെ പ്രത്യേകം പറഞ്ഞു കിട്ടുമെന്നും വലിയ ദൂരയാത്രയൊന്നും വേല, ഹാർട്ടിനും ലിവറിനും അങ്ങനെ എല്ലാം മൊത്തം പ്രശ്നമാണ്. ഹസ്ബൻഡ് എന്താ ജോലി? പപ്പ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കൃഷിയാണ്, അപ്പം പുരയിടങ്ങളെല്ലാം നോക്കുന്നതാണ്. അപ്പോൾ വേറൊരു അന്വേഷണവും നടന്നിട്ടില്ല? ഇല്ല. ഇയാൾ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ. ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല? ഇല്ല, സുഹൃത്തുക്കളില്ല.
വലിയൊരു സുഹൃത്തായിട്ടൊന്നുമില്ല. പിന്നെ ഈ വർക്ക്ഷോപ്പ് ജോലി ഈ ചെയ്ത അവരോടൊക്കെ വളരെ അന്വേഷിച്ചു. അവർക്കൊന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അവർക്കൊക്കെ ഭയങ്കര കാര്യമായി. പിന്നെ നല്ല വിശ്വസ്തനാള്. ജീപ്പായിരുന്നു. അപ്പം വണ്ടി കളഞ്ഞല്ലോ, പപ്പായോട് ഞാൻ എന്നാ സമാധാനം പറയുന്നുള്ളൊരു പേടിയാണ് അവനുള്ളത്. അതാണ് അതിനകത്തെ കാര്യം. അത് തന്നെയാണ് നിങ്ങളുടെ നിഗമനം, തന്നെയാണ് എൻ്റെ നിഗമനം, യാതൊരു സംശയമല്ല അതിൽ. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ വേണ്ടത്ര അന്വേഷിച്ചില്ലേ? മീൻസ് വെളിയിലേക്കൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇത്രമാത്രമുള്ള മാധ്യമങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പൊ പോലീസ് പറയുന്നത് നമുക്ക് തെളിവുകളില്ല, ആരോട് ചോദിക്കും, എങ്ങനെ അന്വേഷിക്കും? എവിടെയാണെന്ന് ചോദിച്ചാൽ വീട് വിട്ടു പോകുന്നവരൊക്കെ അന്വേഷിക്കാൻ പറ്റുന്നത്. ജോസഫ് 13 വർഷമായി ഒരു ചെറിയ വാഹനാപകടത്തിൽ പെട്ട നിങ്ങൾ അത് ചെന്ന് വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ള ഭയാശങ്കകളാൽ നാട് വിട്ടുപോയി എന്ന നിഗമനത്തിലാണ് പ്രവാസ ലോകം എത്തിച്ചേരുന്നത്. സഹോദരനെ എവിടെ അന്വേഷിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. 13 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു അങ്ങ് നാട് വിട്ടുപോയിട്ട്. ഇപ്പോൾ അമ്മയും സഹോദരിയും സഹോദരി ഭർത്താവും ഞങ്ങളെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാലം കുറേ മാറിയിരിക്കുന്നു. എല്ലാവരും മാറിയിട്ടുണ്ടാവും. അമ്മയും മാറിയിട്ടുണ്ടാവും, സഹോദരിയും മാറിയിട്ടുണ്ടാവും, അളിയനും മാറിയിട്ടുണ്ടാവും. അച്ഛൻ വരാൻ വയ്യാത്തത് കൊണ്ടാണ് വരാതിരുന്നത്. നിങ്ങൾ തിരിച്ചു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ജോസഫിനെ കണ്ടെത്തുന്ന സുഹൃത്തുക്കൾ, ജോസഫിനെ അറിയുന്ന സുഹൃത്തുക്കൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഇവരുടെ കുടുംബത്തിലേക്ക് വിളിച്ച് ജോസഫ് ഇവിടെ ഉണ്ട് എന്നറിയിക്കണം. തീർച്ചയായിട്ടും പ്രവാസ ലോകം എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തെല്ലാം തരത്തിലുള്ള സഹായമാണോ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടത്, ഞങ്ങളുടെ ഈ നമ്പറിൽ, ഞങ്ങളിതിൽ കാണിക്കുന്ന നമ്പറിലേക്ക് ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എത്തും. അതല്ല, നിങ്ങളുടെ വീട്ടുകാരുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. അവരെ വിളിച്ചാലും നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. ജോസഫ് ദീർഘകാലമായ അമ്മയും അച്ഛനും കാത്തിരിക്കുന്നു. അച്ഛൻ സുഖമില്ലാതെ ഇരിക്കുകയാണ്. സഹോദരിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളെ അന്വേഷിച്ച് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജോസഫിനെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ജോസഫ് സഹായിക്കണം. അതുപോലെ തന്നെ പ്രവാസ ലോകം പ്രവർത്തകരും പ്രേക്ഷകരും സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തിലേക്ക് വരുവാൻ തീർച്ചയായിട്ടും കഴിയും, ഞങ്ങൾക്ക് സാധിക്കും എന്ന ഉറപ്പോടുകൂടി അമ്മയെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ജോസഫ് തിരിച്ചു വരും, ഉറപ്പായിട്ട് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിദാഖത്ത് അഥവാ സ്വദേശീവൽക്കരണം, സൗദിയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന പ്രഖ്യാപനമാണ് സൗദി തൊഴിൽ മന്ത്രാലയം പറയുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളിലൂടെ തെളിയിക്കപ്പെടുന്നത്. എന്നാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്ന ആശങ്കയിലാണ് പ്രവാസ ലോകം. പ്രവാസികളും അതേ ആശങ്കയിൽ തന്നെയാണ്. ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.